കേരളത്തിലെ പല പ്രമുഖ മാധ്യമങ്ങളും ഇന്നലെ വാർത്ത നൽകാൻ മടിച്ച ഒരു സംഭവമായിരുന്നു വെഞ്ഞാറമൂട് നിന്നുള്ള ഒരു 16-കാരന് IS-ൽ ചേർക്കാനുള്ള ശ്രമം നടത്തിയത്. അത് ഈ പയ്യന്റെ അമ്മ പത്തനംതിട്ട സ്വദേശിയും രണ്ടാം അച്ഛനെതിരെയാണ് കേസെടുത്ത അദ്ദേഹത്തിന്റെ പ്രതിയുടെ വീടാണ് വെഞ്ഞാറമൂട്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായില്ല? മലയാളത്തിലെ മാധ്യമങ്ങളാണല്ലോ ഒരു പരിധിവരെ ഇത്തരം വാർത്തകൾ ജനങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്നവർ. ഇതൊക്കെ സോഷ്യൽ മീഡിയ കൂടെയാണ് പൊതുവെ വിളയിൽ വരുന്നത്. മാധ്യമങ്ങൾ വലിയ താല്പര്യം കാണിക്കാറില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായി എതിർപക്ഷത്തിൻ്റെ ഗുണമാവോ എന്നുള്ള ചിന്തയാണ് ഏറ്റവും പ്രധാനം. ഇവിടുത്തെ ഇടത് വരുന്ന മുന്നണികളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളും ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ വർഗീയമായിട്ടുള്ള BJP വളരുമോ എന്നൊരു ഭയം. അത് തന്നെ, വർഗീയമായ ചേരിതിരിവ് സമൂഹത്തിൽ എത്രത്തോളം വർദ്ധിപ്പിക്കാം, അതോടൊപ്പം തന്നെ മറുഭാഗത്തോ ഉള്ളവരെങ്ങനെ സംരക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറഞ്ഞ 3 കൂട്ടരും. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് ആ ശ്രമത്തിൻ്റെ ഇടയിൽ വന്ന ഒരു തിരിച്ചടിയാണ് ഈ പറഞ്ഞ സംഭവം. ഇത് തന്നെ ഈ സ്ത്രീ 2ാം വിവാഹം കഴിച്ചു എന്നാണ് വിവരം. 2ാം വിവാഹം കഴിച്ച ആൾ മുസ്ലിമാണ്. അയാൾ ഈ സ്ത്രീയെ ആദ്യം സാധാരണ ചെയ്യുന്ന പോലെ മതം മാറ്റി. അപ്പോൾ ആദ്യ ഭർത്താവിൽ നിന്നുണ്ടായ കുഞ്ഞിനെയാണ് ഈ പറഞ്ഞതുപോലെ IS ചേർക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. ഇവർ ഇംഗ്ലണ്ടിലായിരുന്നു സ്ഥിരതാമസം. ഈ ഇംഗ്ലണ്ടിൽ താമസിച്ചിരുന്ന സമയത്ത് ഈ പയ്യനെ ഈ ISISൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കൂടെ കണ്ട് ഞെട്ടിത്തിരിക്കുന്ന വീഡിയോസ്, ആളുകളെ കുരിച്ചിരുത്തി വെട്ടിക്കൊല്ലുന്നത്, ഒരു ദയയില്ല ചെയ്യുന്ന സംഭവങ്ങൾ. ഈ വീഡിയോ ഈ പാവപ്പെട്ട ചെറുക്കനെ കാണിച്ചു കൊടുത്തിട്ട് അവൻ അതിലേക്ക് ആകർഷിപ്പിക്കുകയായിരുന്നു. ഇതവരുടെ ഒരു പൊതുതന്ത്രമാണ്. അല്ല, ഇതിൽ എല്ലാം ഉണ്ടല്ലേ, മതപരിവർത്തനമുണ്ട്, മറ്റു മതസ്ഥരെ IS-ലേക്ക് ചേക്കേറാനുള്ള ഒരു തയ്യാറെടുപ്പുണ്ട്. അതെ അതെ അതെ. കാരണം കേരളത്തിൽ നിന്ന് IS പോകുന്നത് പുതിയ കാര്യമല്ലല്ലോ. മുമ്പും എത്ര പേര് പോയിരിക്കുന്നു. ഇപ്പോഴും ഇവിടുന്ന് പോയിട്ട് സിറിയയിൽ ആടുമേച്ച് അടക്കുന്ന ആളുകൾ, ഇനി അത് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാത്ത ആളുകളും സംഭവമുണ്ട്. അപ്പോൾ ഈ 8 മുട്ടും തിരിയാത്ത പയ്യനെ ഈ പറഞ്ഞതുപോലുള്ള ഈ ഈ വീഡിയോകൾ കാണിച്ച് അവനെ ഈ തീവ്രവാദത്തിലേക്ക് അല്ലെങ്കിൽ സഹജീവികളെ വെട്ടിക്കൊല്ലുന്ന തരത്തിലേക്ക് ഇവൻ്റെ മനസ്സിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം ഇവർ നടത്തി. പക്ഷേ ഇവൻ ഈ പറഞ്ഞതുപോലുള്ള നേരത്തെ പറഞ്ഞ ഈ കിതാബിൻ്റെ ആളല്ല എന്ന് വ്യക്തമായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പയ്യൻ ഇത് വലിയ താല്പര്യം കാണിച്ചില്ലേ, ഇവൻ ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഇവർ നോക്കിയപ്പോഴത്തേക്കും എന്താണ് ശരിയാവുന്നില്ല, അവിടെ വലിയ പ്രശ്നം. എന്നാൽ നേരെ നാട്ടിൽ കൊണ്ട് ആദ്യം മദ്രസയിൽ ചേർത്ത്, മദ്രസയാണല്ലോ ഇതിൻ്റെ ഒരു ബാലപാഠം കൊടുക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ മദ്രസയിൽ ചേർത്ത് ഇവനൊന്ന് മാനസികമായി പ്രിപ്പയർ ചെയ്യിപ്പിച്ചതിന് ശേഷം വീണ്ടും ISISലേക്ക് വേണ്ടി ക്രമീകരിക്കാമെന്ന് കരുതിയാണ് നാട്ടിൽ കൊണ്ട് മദ്രസയിൽ ചേർത്ത്. മദ്രസയിൽ പോയപ്പോഴും ഈ കുട്ടി അതേ സ്വഭാവം തന്നെ കാണിച്ചു. കാര്യം ഇവന് എന്നോട് തീരെ താല്പര്യമില്ല. ഈ വെട്ടിക്കൊല്ലുന്നതും ചോര തെറിക്കുന്നതും കണ്ടിട്ട് ഈ കൗമാര മനസ്സ് ആകെ വിഷമിച്ചു. അപ്പോൾ ഇവൻ്റെ സ്വഭാവത്തിന് എന്ത് വരും? സ്വഭാവത്തെ വ്യത്യാസം വരും. കാര്യം ഇതിന് വേണ്ടി ജീവിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ അവൻ്റെ മാനസികമായിട്ട് വലിയ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകൾ കാണിച്ചു തുടങ്ങി. വീട്ടിലെ ആളുകളോട് പെരുമാറുന്നതിൽ അസ്വാഭാവികത തുടങ്ങി. അങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഇത് ശ്രദ്ധിക്കുകയും ഈ കുട്ടിയെ കൊണ്ട് കൗൺസിലിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു. ആ കൗൺസിലിങ്ങിലാണ് ഈ കാര്യങ്ങളൊക്കെ ഈ കുട്ടി തുറന്നു പറഞ്ഞത്. അപ്പോൾ നോക്കിയോളൂ, എത്ര ഭയാനകമായിട്ടാണ് ഈ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളെ ആ പ്രായത്തിലേ തയ്യാറാക്കിയെടുത്ത് നാളെ കഴിഞ്ഞ ദിവസം ദില്ലിയിൽ സംഭവിച്ച പോലെ പൊട്ടിത്തെറിക്കാൻ വേണ്ടി പ്രാപ്തരാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും ഉത്തരേന്ത്യയിലാണെങ്കിൽ വിമാന ടിക്കറ്റും എടുത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ പറന്നു പോകും. പക്ഷേ തലസ്ഥാന നഗരിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള വെഞ്ഞാറമൂട് വരെ പോകാൻ എന്താ ഈ വാഹനങ്ങൾക്ക് പെട്രോളിന്റെ കുറവുണ്ട്? അല്ല, വാഹനത്തിന് പെട്രോളിനും കുറവില്ല, ഡ്രൈവറുണ്ട്, ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ അവർ പോയത് വാർത്ത ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ആളുകൾക്ക് അത് ഗുണപ്പെടും. അപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമാകും. കാര്യം അദ്ദേഹം പറയുന്നത് എന്താ, ഇവിടെ മുസ്ലിം ലീഗ് മാവോവാദി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നാണ്. അതിന് കോൺഗ്രസ് ചൂട്ടുപിടിക്കുന്നു, ഇടത് കക്ഷികൾ ചുട്ടുപിടിക്കുന്നു, വനിതകളെ മതപരിവർത്തനം നടത്തുന്നു, മുസ്ലിം ലീഗിന് കുട പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാർത്ത വെളിവന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അറിയും. ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിനെതിരെ ഒരു മനസ്സിന് ഒരു വല്ലാത്തൊരു വെറുപ്പ് തോന്നും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഈ സത്യങ്ങളൊക്കെ അറിയും, ക്രിസ്ത്യാനി സത്യങ്ങളൊക്കെ അറിയും. അപ്പോൾ അവർക്ക് വെറുതെ ഇന്ധനം കൊടുക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും ഇവർ വാർത്തകൾ മറച്ചു വെച്ചത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ബാലാവകാശ കമ്മീഷനുണ്ട്. എന്ത് ചെറിയ പ്രശ്നം വന്നാലും ഓടിപ്പോയി ഇടപെട്ട് കേസെടുക്കുന്ന ഒരു ബാലാവകാശ കമ്മീഷനുണ്ട്.
ഈ കേസ് വാർത്തയിൽ ഈ ബാലാവകാശ കമ്മീഷൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എവിടെയും കണ്ടില്ല. ഈ 16 വയസ്സായ കുട്ടിയും ഈ കാറ്റഗറി വരുന്നതല്ലേ. അപ്പോൾ ഇവന് നിർബന്ധമായി ഈ സാധാരണയുള്ള വിദ്യാഭ്യാസം, അതായത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളടക്കമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം ഈ കുട്ടിയെ കൊണ്ട് ഈ മദ്രസയിൽ ചേർക്കുകയും അവിടെ ഈ സംഭവം ഉണ്ടാവുകയും വാർത്തയാവുകയും ചെയ്തിട്ട് നമ്മുടെ നാട്ടിലെ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടില്ല. മറ്റേതെങ്കിലും കേസാണെങ്കിൽ ഇവിടെ തന്നെ ടാക്സി പിടിച്ച് ഓടിപ്പോയി കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഈ പറഞ്ഞതുപോലുള്ള ഈ ഭീകരവാദത്തിനെ പ്രോത്സാഹിപ്പിക്കണം ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തിൽ. രാജ്യം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ ഒരു വലിയ ടെൻഷനിലാണ്. കാര്യം എവിടെയെല്ലാം ഈ ബോംബ് പൊട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആശങ്കയുണ്ട്. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നത്. ഈ നമ്മുടെ അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമോ കേരളം എല്ലാവരുടെയും സുരക്ഷിത താവളമാണ്? കാരണം അദ്ദേഹം UK നിന്ന് കേരളത്തിലാണ് എത്തിയത്. അതെ, കാരണം അത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. കാര്യം സക്കീർ നായക് മുമ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ അവരുടെ അണികളോട്, നിങ്ങൾ നേരെ കേരളത്തിലേക്ക് പോയിക്കോളൂ, നമുക്ക് സേഫ് അവിടെയാണ്, അവിടെ ഇരുന്ന് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാം, അവിടെ ഇരുന്ന് എല്ലാം പഠിച്ചിട്ട് നമുക്ക് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി നമുക്ക് ആളുകളെ കൊല്ലാം എന്ന് സക്കീർ നായിക്ക് പറഞ്ഞ വീഡിയോ ഇപ്പോഴും വൈറലായിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഹബ്ബാണ്. ഒളിച്ച് താമസിക്കാനും മറ്റെല്ലാ സൗകര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ അവർ കിട്ടും. അവരാരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ തടയാനായിട്ട് ഇവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുകൂല സാഹചര്യമാണ് കേരളത്തെ ഇതിൻ്റെ ഒരു ഹബ്ബാക്കി മാറ്റുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹി സ്ഫോടനം നടത്തിയ ചാവേറായിട്ടുള്ള ഉമർ നബിയുടെ ഒരു വീഡിയോ, അയാൾ ആത്മഹത്യത്തിന് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അയാൾ പറയുന്നത് ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതാണ് ചാവേർ ബോംബ് സ്ഫോടനം. നോക്കിയാണ് MBBS ഗോൾഡ് മെഡൽ വാങ്ങി വിജയിച്ച ഒരു മനുഷ്യനാണ്, ഡോക്ടറാണ്. ഈ ഡോക്ടർ ആവുന്നതിന് മുമ്പേ ഒരു പ്ലെഡ്ജ് എടുക്കും, ഒരു പ്രതിജ്ഞയുണ്ട്. കാര്യം ആളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രവർത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ പ്രതിജ്ഞ എടുത്ത വ്യക്തിയാണ് ഈ 13 ആളുകളുടെ മരണത്തിന് ഇടയാക്കിയ ബോംബ് സ്ഫോടനം നടത്തിയത്. അപ്പോൾ ഇത് കൂട്ടർക്ക് എത്ര വിദ്യാഭ്യാസം കിട്ടിയില്ല ഒരു കഥയില്ല. എന്താണ് ഈ അടിസ്ഥാനപരമായി ഇവരിൽ കുത്തിവയ്ക്കപ്പെടുന്ന ഈ മതവിഷം എന്ന് പറയുന്ന സാധനം, ആ മതവിഷത്തെ ലഘൂകരിക്കാതെ ഈ പറഞ്ഞ സമൂഹത്തെ അല്ലെങ്കിൽ കുറേ ആളുകളെ നമുക്ക് ഇന്ന് നേർവഴിക്ക് കൊണ്ടുവരാനുള്ള കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തന്നെ മറുവശമാണ് ഇപ്പോൾ കണ്ട ഈ കുട്ടിയെ ISIS ചേർക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്ത് മാനദണ്ഡം അനുസരിച്ചായാലും അല്ലെങ്കിൽ ഏത് പൊതുവെ അതുപോലെ തന്നെ ഈ മതത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയാണ് ആ ഭാര്യ. അപ്പോൾ ആ പെൺകുട്ടിയെയും ഇത്തരത്തിൽ മാറ്റാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്നും കൃത്യമായി അന്വേഷിക്കണം. തീർച്ചയായിട്ടും മതം മാറ്റിയിട്ടുണ്ട്. ഈ മതം മാറ്റി സ്ത്രീയെ മതം മാറ്റി സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ജീവിക്കാൻ വേണ്ടി ചിലപ്പോൾ അവർ മതം മാറിയിട്ടുണ്ടാവാം. നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. പലതരത്തിൽ അവരെ നാം ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കിടക്കുന്ന ആ വനിതകളുണ്ടല്ലോ, മറ്റ് മതത്തിൽപ്പെട്ടവരെ മതം മാറ്റിയ ഇപ്പോൾ അവർ ജയിലിലാണ്. അതുപോലെ നമ്മുടെ രാജ്യം കടത്തി വിടാനുള്ള ശ്രമം ഉണ്ടായോ എന്ന് കൃത്യമായ അന്വേഷണം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും കാണും. കാര്യം അവരെ സംബന്ധിച്ച് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ISIS പോലുള്ള സംവിധാനങ്ങൾക്ക് ആളുകളെ സപ്ലൈ ആണ് ഇവരുടെ ജോലി. ഇത് വെറും നേരത്തെ പറഞ്ഞാൽ ഈ മതവിഷം കയറുന്നുണ്ട് മാത്രമല്ല, ഹ്യൂജ് ഫണ്ടിങ് കൂടെ കിട്ടും, നല്ല തുകയും ഇവർ കൊടുക്കുന്നു. അപ്പോൾ നേരത്തെ ഒരു ആദ്യ ഭർത്താവിലുണ്ടായ ഒരു കുഞ്ഞാണ്, ഇവൻ എന്താണ് ആ കുട്ടിയോട് പ്രതിബദ്ധത? ഒരു പ്രതിബദ്ധത ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടുകയും ചെയ്യും. അവിടുന്ന് പൈസ വാങ്ങിച്ച് ISIS കൊടുക്കുകയും ചെയ്യാം. ഇവൻ 10 പേരെ കൊന്നു കഴിഞ്ഞാൽ അത് ഇയാൾക്ക് സന്തോഷം. ഇങ്ങനെയുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ പരിപാടി ചെയ്തത്. പക്ഷേ ഇതിൽ അടിയന്തരമായി സംസ്ഥാന ഇൻ്റലിജൻസ് വകുപ്പും NIA കേസെടുത്തിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞതുപോലെ ഇതിനൊരു ബാലാവകാശ കമ്മീഷൻ ഇടപെടണം. എങ്ങനെയൊക്കെ സാഹചര്യത്തിലാണ് ഈ കുട്ടിയെ ഈ മദ്രസയിൽ കൊണ്ടുപോയി പഠനത്തെ, ആ മദ്രസയെക്കുറിച്ച് അന്വേഷിക്കണം, എന്ത് തരത്തിലുള്ള പഠനമാണ് കൊടുക്കുന്നതെന്നുള്ള അന്വേഷിക്കണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിച്ചാൽ മാത്രമേ നമ്മുടെ നാട്ടിലെ ഇതുപോലെ പാവപ്പെട്ട കുട്ടികൾ, നിരവരായ കുട്ടികളെ ഭീകര സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് നമുക്ക് തടയാൻ കഴിയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.